ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. 6 മണിക്ക് ട്യൂഷന് കുട്ടികൾ വന്നു. 7 മണിയായപ്പോൾ ട്യൂഷൻ കഴിഞ്ഞു. 7 മണി എന്നുള്ളത് ഒരു 7:15 പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്സ് ആയിരുന്നു ചെയ്തത്, അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ഡൗട്ടും കാര്യങ്ങളും വന്നപ്പോൾ ഒരു 7:15 വരെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റെങ്കിലും കിച്ചണിലേക്ക് കയറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിന് ഇന്നിപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ വ്യാഴാഴ്ചയാണ് സാധാരണ രീതിയിൽ കൊടുക്കാറ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി, എന്നാലും കുഴപ്പമില്ല, ദോശ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചോറൊന്നും വെക്കേണ്ടി വന്നില്ല, ചോറും കറികളൊന്നും റെഡിയാക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ദോശയും ഈ ഒരു സാമ്പാറും മാത്രമേ ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വൈകിയത്. അപ്പോൾ ട്യൂഷന് കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയേക്കുന്നത് കേട്ടോ. അപ്പോൾ 7:30 എന്നുള്ള സമയം കണ്ടപ്പോഴേക്കും എനിക്ക് ടെൻഷൻ തുടങ്ങിയിട്ടോ. കാരണം 7:30 സമയത്ത് ഒരു 7:45 എൻ്റെ ജോലികളെല്ലാം കഴിയും. രാവിലത്തെ ഫുഡ് മാത്രമേ ഉണ്ടാക്കാനുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ട്യൂഷന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് എനിക്ക് ടെൻഷനായി, അതുകൊണ്ട് ധൃതി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ തട്ടിക്കൂട്ട് കഷ്ണങ്ങളാണ് കേട്ടോ. കുറച്ച് കുമ്പളങ്ങയുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവാളയുണ്ട്, തക്കാളിയുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. 2-3 അച്ചിങ്ങയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു തട്ടിക്കൂട്ടൽ. എപ്പോഴും സാമ്പാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്. എല്ലാ കഷ്ണങ്ങളൊന്നും ആരും അങ്ങനെ കഴിക്കാറില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും ഞാൻ വാങ്ങിക്കുന്ന കുറച്ച് കഷ്ണങ്ങളുണ്ട്, ബീൻസ്, ക്യാരറ്റ്, അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാറ്. അതാ വേഗം ഇതൊന്ന് വേവിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ട്യൂഷന് മുന്നേ ഞാൻ പരിപ്പും സവാളയും തക്കാളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതാ പച്ചക്കറികൾ നന്നാക്കി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി പിഴിഞ്ഞ വെള്ളവും ഒക്കെ ചേർത്തിട്ട് ഇതാ ഒന്ന് വിസിൽ വരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്ത് വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് വേഗം ദോശ ചുട്ടെടുക്കാം കേട്ടോ. കാരണം അധികം സമയം വേണ്ടല്ലോ. ദോശയുടെ കാര്യത്തിൽ പിന്നെ എനിക്ക് ടെൻഷനില്ല കേട്ടോ. ഓൾറെഡി മാവിരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന നേരം കൊണ്ട് തന്നെ അതങ്ങോട്ട് റെഡി ആയി കിട്ടും. അപ്പോൾ ആഹിലിന് കൊണ്ടുപോകാനും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ ചെയ്യുന്നത്. സാമ്പാറൊക്കെ റെഡിയായി കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് താളിച്ചൊഴിക്കുന്നത് ഈ ഒരു പാത്രത്തിലായിരിക്കും. കുക്കറിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആലിമ എൻ്റെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ. ആലിമ ട്യൂഷൻ്റെ സമയമായപ്പോൾ എഴുന്നേറ്റ് കറക്റ്റ് ഒരു 6:15 ആയപ്പോഴത്തേനും അവൻ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മടിയിൽ അങ്ങനെ ഇരുന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്കാടെ ഒപ്പം മേളിലേക്ക് റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവൻ കുളിക്കാനൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ അവൻ്റെ ഒപ്പം മേളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലിമ് എൻ്റെ കൂടെ ഇപ്പം ഇല്ല കേട്ടോ. അപ്പം ഞാൻ വേഗം ജോലി അങ്ങോട്ട് തീർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഏകദേശം കഴിയാനായപ്പോഴത്തേനും ആൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുത്തി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ഇരുത്തി കൊടുത്തു. ആൾക്കിപ്പോൾ അതൊരു ശീലമായേക്കാണ്ട് ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരിക്കണം. അന്ന് അകത്തെ കിച്ചണിൽ അങ്ങനെ പറയാറില്ല കേട്ടോ, ഈ പുറത്തെ കിച്ചണിലാണ് അവൻ പറയാറ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഞാനപ്പോൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ദോശയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ 1-2 പേരിങ്ങനെ കമൻറ്റിൽ പറഞ്ഞായിരുന്നു കേട്ടോ, ആലിമിനെ ഇങ്ങനെ ഇരുത്തരുത് ഗ്യാസിൻ്റെ അടുത്തുനിന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, 2-3 ദിവസമായിട്ടുള്ള കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 5 മണി കഴിയുമ്പോഴത്തേനും ആൾ എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പോൾ എനിക്ക് 6 മണിക്ക് ട്യൂഷനുണ്ട്. ഞാൻ അടുത്തില്ലാണ്ട് ഇവൻ ഉറങ്ങിയുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ആഹിലിത ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വൈകിട്ടൊന്നുമില്ല, കറക്റ്റ് സമയത്ത് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആലും ഒരു ടോയൊക്കെ കൊണ്ടുവന്ന് അത് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്നെ കാണിച്ചു തരികയാണ്. ഞാനപ്പോൾ ഓർത്ത് ചെടികളൊന്നും നോക്കാം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചെടികൾ എനിക്ക് നോക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചെടിക്കൊക്കെ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡിൽ നിൽക്കുന്ന തൂക്കിയിട്ടേക്കുന്ന ചെടികൾക്കാണ് കേട്ടോ മെയിനായിട്ട് നനച്ചു കൊടുത്തേക്കുന്നത്. കാരണം അവിടെ വെള്ളം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫ്ലവർ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഒരു അനുസരണ ഇല്ലാത്ത പ്ലാന്റ് ആണ്, എങ്ങോട്ടാ കയറി പോണേന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും ഇനി കട്ട് ചെയ്യേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചെടിക്കൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുല്ലൊക്കെ കണ്ടോ ഉണങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റെഗുലറായിട്ട് നനക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മഴയുണ്ടെങ്കിലും ഇവിടെ വെള്ളം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, എന്തായാലും ചെടികൾ നനച്ചു കൊടുക്കണം. അപ്പോൾ മുളകൊക്കെ വലുതായിട്ട് വരുന്നുണ്ട്. ഇത് പച്ചമുളകാണെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വെള്ള കളറിലെ മുളകാണ്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഈ ഒരു മുളകിൻ്റെ തൈ അത്യാവശ്യം എനിക്ക് ഒരുപാട് മുളക് കിട്ടിയതാണ് കേട്ടോ. ഞാനത് പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ കിളിർപ്പൊക്കെ വന്ന് പുതിയ മുട്ടും പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചായിരുന്നു നമ്മൾ മുളകും തൈ നട്ടത്. എല്ലാം നല്ലപോലെ വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ.
ചെറുതായിട്ട് ഇവിടെ മുരടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, വെള്ളീച്ച കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലും നല്ലപോലെ മുളകൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പനിക്കൂർക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു ചെറിയ കുഞ്ഞു പോട്ടിലാണ് നിൽക്കുന്നത്, അത്യാവശ്യം ലെങ്ത്തിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു തണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ലവ് ബേർഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു റോസ കണ്ടോ, നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് കയറി വരുന്ന ചെടി നട്ടിരിക്കുന്ന ആ ഒരു പ്ലേസിൽ ആദ്യം നിന്നിരുന്ന വെച്ചാൽ ഈ ഒരു റോസാണ് കേട്ടോ. നിറച്ച് റോസായിരുന്നു, 50ൻ്റെ മേളിലൊക്കെ റോസാപ്പൂ ഉണ്ടാവുമായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു. ഈ ഒരു ചെമ്പരത്തി നിന്നിരുന്ന ആ ഒരു സൈഡിൽ ആദ്യം നിന്നിരുന്നത് റോസായിരുന്നു കേട്ടോ. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അത് പോയട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സൈഡ് കണ്ടോട്ടെ, ഇത്തിരി കാണുന്ന പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെടികൾ. അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും വേരൊന്നും അധികം ഓടാണ്ട് നമ്മുടെ ചെടി നശിച്ചു പോകും. അപ്പോൾ ഒരു 5 വർഷത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെടികൾ നിൽക്കില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ ഒരു ചെടി കണ്ടോ, ഞാനത് ഉണങ്ങിയ കൊമ്പാണ് കൊണ്ടുവന്നത്, അത് പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒന്നാമതിൽ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് 1-2 വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഇതും വെരിഗേറ്റഡ് ആണ്. ഇത് പീസ് ലില്ലി ആണ് കേട്ടോ, പീസ് ലില്ലിയുടെ വെരിഗേറ്റഡ് ആണ്. ഞാൻ പനിക്കൂർക്കയുടെ ഇല കൊണ്ടുപോയി ലവ് ബേർഡ്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് ഇഷ്ടമാണ്. മുമ്പ് തുളസി ഇലയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ, ഇപ്പൊ തുളസി ഇല നമ്മളുടെ അടുത്ത് കുറവാണ്, ഒട്ടും തന്നെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പനിക്കൂർക്കയുടെ ഇല ഇഷ്ടമാണ്, അങ്ങനെ അത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പൊ കിളി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും തേനരി കഴിച്ചാലും എന്താ പറയാ, നമുക്ക് അങ്ങനെ തന്നെയല്ലേ, എപ്പോഴും ഒരേ തരത്തിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴേക്കും ആലിമത് ആ ഒരു സംഭവം കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ആ ബൈക്ക് അവൻ നശിപ്പിച്ചു, അതാണ് എന്നെ കാണിച്ചു തരുന്നത്. പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടക്കാനായിട്ടുണ്ട്, പിന്നെ അതേപോലെ പാത്രം കഴുകാനുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊന്നാമതിൽ വൈകിയാണല്ലോ കിച്ചണിലേക്ക് കയറിയത്. പിന്നെ ദോശയും സാമ്പാറും മാത്രം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത്തിരി അങ്ങോട്ട് വൈകിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ സാമ്പാർ ഒരു കണക്കിനാട്ടോ ഞാൻ കൊടുത്തു വിട്ടത്. സാമ്പാർ അവന് കൊണ്ടുപോകാനുള്ളത് വേറൊരു പാത്രത്തിലാക്കി ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റിയിട്ടൊക്കെ കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഈ ഒരു സ്ലാബൊക്കെ ഒന്ന് തുടക്കണം, വീട് മൊത്തത്തിലൊന്ന് തുടക്കാനായിട്ടുണ്ട്. മേളിൽ തുടക്കുന്നില്ല കേട്ടോ, താഴെ മാത്രമേ തുടക്കുന്നുള്ളൂ. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയുള്ള പാത്രങ്ങളുണ്ട്, ഒന്നും കഴുകിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലിമിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളിത് അംഗനവാടിയിലേക്ക് പോവാം കേട്ടോ. ആലിമ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾ കണ്ടോ, ഇത് ഇന്നലെ എൻ്റെ അനിയൻ പൈസ കൊടുത്തപ്പോൾ അവൻ ആഹിൽ പോയി വാങ്ങിച്ചതാണേ. അപ്പോൾ ആഹിലിന് കുറേ നാളായിട്ടോ ബോൾ ചോദിക്കുന്നില്ല, ഇവിടെ എപ്പോഴും ബോൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ കേട്ടോ. പിന്നെ ഈ അടിച്ച് കളിക്കോട്ടോ, അവിടെ ഇവിടെയൊക്കെ അടിച്ചു കൊള്ളും, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാതിരുന്നാണ് കേട്ടോ. ഇതേ കൊണ്ടുവന്നപ്പോൾ ഇക്കാക്ക് അനിയനോട് ഇതിൻ്റെ പുറകിലാണ്. ഇവിടെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല പൊടിയും മണ്ണൊക്കെ ഉണ്ട്. രാവിലെ ട്യൂഷൻ കഴിഞ്ഞതിൻ്റെ കോലം ഉണ്ടാ കിടക്കുന്നത്. ബുക്സ് എല്ലാം പല വഴിക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ബുക്സൊക്കെ ഒന്ന് ഒതുക്കി ആ ടേബിളൊക്കെ ഒന്ന് തുടക്കാനായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ഉണ്ടോ നമ്മൾ വീട് മൊത്തത്തിലൊന്ന് തുടക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കിടന്നിരുന്ന വെച്ചൊരു വീടാണ് കേട്ടോ. ഏകദേശം സൺഷെയ്ഡ് പൊക്കം വരെ വെള്ളം ഉണ്ടായിരുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വെള്ളം ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിനുശേഷം ചില അത്യാവശ്യമായിട്ടുള്ള വർക്കുകൾ മാത്രമേ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ വെള്ളത്തിൽ കിടന്നിരുന്ന വെച്ചാണ്, വെള്ളമെന്ന് പറയാൻ പറ്റില്ലല്ലോ, കംപ്ലീറ്റ് ചെളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സമയമാണ്, അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വീട് താമസം കഴിഞ്ഞ് 1 വർഷം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത്രയും ആഗ്രഹിച്ചൊരു വീട് പണിതിട്ട് വീട് കിടക്കുന്ന ഒരു കോലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ള കബോർഡ് വർക്കുകൾ മാത്രം ചെയ്തു, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി കഴിയട്ടെ. അടിച്ചുവാരിയതിന് ശേഷം വീടൊക്കെ ഒന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് വീടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ എങ്ങനെയാണെങ്കിലും അഴുക്കുണ്ടാവട്ടെ. ഇപ്പോൾ നമ്മൾ ഡെയിലി തുടച്ചാലും താഴെ അഴുക്കുണ്ടാവും. കാരണം ട്യൂഷന് കുട്ടികൾ വരുന്നത് എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു പ്ലേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിലും ഇവിടെ അടിച്ചു വാരിയാലും എങ്ങനെയാണെങ്കിലും ഇവിടെ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താഴെ ഞാൻ പറ്റുന്നതും 1.5 ആടം ഡെയിലി തുടക്കാറില്ല. മേളിലാണ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ തുടക്കുന്നത് കേട്ടോ. താഴെ ഞാൻ 1.5 ആടോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തുടക്കുന്ന സ്റ്റിക്ക് എന്ന് വെച്ചാൽ നല്ല സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വീതി കണ്ടോ, അപ്പോൾ നല്ല വീതിക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പം ഞാൻ ഈ തുടക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ അങ്ങോട്ട് ഫുള്ളിലിട്ട് വെക്കും കേട്ടോ. കാരണം ഒന്നാമത്തെ മഴക്കാലമൊക്കെ ആയത് കാരണം വെയിലില്ലല്ലോ, ഇത് ഉണങ്ങി കിട്ടാനായിട്ട് നല്ല പാടാണ്. ഈ ഉണങ്ങാണ്ട് നമുക്ക് അകത്തേക്ക് കയറാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിൻ്റെ കഴിയുമ്പോഴത്തേനും ഫാൻ അങ്ങോട്ട് ഫുള്ളിലിട്ട് വെക്കും. അപ്പോൾ നമ്മളുടെ തുടക്കൽ അറ്റം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ആദ്യം തുടച്ചവിടൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അതാ വർക്ക് ഏരിയയും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലിമ് അംഗനവാടി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 3:45 ആയിട്ടുള്ളൂ. ഞാൻ എന്താ ചായ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് പപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുട്ടികളുടെ സ്നാക്സ് ഒക്കെ തീർന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതും കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആലിമിൻ്റെ അംഗനവാടിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മളിത് വാങ്ങിക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കുന്നതാണേ. നല്ല അടിപൊളി പപ്സാണ് കേട്ടോ. നല്ല ചൂടാണ്, റേറ്റും ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അത് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ അതാ നേരത്തെ ചായ കുടിച്ചതിന് കാരണമുണ്ട് കേട്ടോ. കുട്ടികൾ വന്നതിന് മുമ്പ് എനിക്ക് അവരുടെ ടൈം ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം എല്ലാവർക്കും എക്സാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഞാനിങ്ങനെ ഓരോ ഡേറ്റ് ഇട്ട് വെച്ച് അങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇന്ന ദിവസം ആർക്കൊക്കെയാണ് എക്സാം ഉള്ളതെന്നുള്ളൊരു ടൈം ടേബിൾ പോലെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കുകയാണ് കുട്ടികൾ വന്നതിന് മുമ്പ്. ഇന്ന് മിക്കവരും ട്യൂഷൻ ഉണ്ടായില്ല കേട്ടോ. ഹോസ്പിറ്റൽ കേസും അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോക്കൊക്കെ ആയിട്ട് മിക്കവരും ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്താ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ ദോശ തന്നെയാണ്, രാവിലെയും ദോശ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും കൂടി വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലത്തേനേക്കാൾ ഇത്രയും കൂടി വട്ടത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കൂടെ സവാളയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സവാളയൊക്കെ ചേർക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കാം കേട്ടോ. സാമ്പാർ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.